കൺവിക്ഷൻ എബൌട്ട് അവർ കോളിംഗ്. നമ്മുടെ വിളിയെക്കുറിച്ചൊരു ഉറപ്പ് പ്രാപിച്ച ദൈവമക്കളായിരിക്കണം ദൈവസഭയിലുള്ളത്. വിശ്വസ്തത എന്നാൽ എന്താണ്? കഷ്ടത ഏൽക്കാനുള്ള മനസ്സാണ്, വിട്ടുകൊടുക്കാനുള്ള മനസ്സാണ്, സഹിക്കാനുള്ളതായ മനസ്സാണ്, അംഗീകരിക്കാനായിട്ടുള്ള മനസ്സാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും പേരെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നല്ലോ. കഴിഞ്ഞ 3 ദിവസം വ്യാഴം, വെള്ളി, ശനി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ പ്രസംഗങ്ങളും ഏകദേശം 1.5 2 മണിക്കൂർ വരെ ഉണ്ടായിരുന്ന പ്രസംഗങ്ങളാണ് വ്യാഴം, വെള്ളി, ശനിയൊക്കെ. അതിനുശേഷം 4ാമത്തെ പ്രഭാഷണമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പണ്ടൊരച്ഛൻ ഒരു പള്ളിയിൽ 100-200 പേര് കൂടുന്ന ഒരു പള്ളിയാണ്. കുർബാനയ്ക്കായിട്ട് വന്നപ്പോൾ അന്ന് ആ ആഴ്ച ഒരാളെ ഉള്ളായിരുന്നു. അപ്പോൾ കുർബാന ചൊല്ലിയതിന് ശേഷം അച്ഛൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച ആശീർവാദം പറയാം, ബ്രദർ പൊക്കോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഞാനൊരു കർഷകനാണെന്ന് അച്ഛൻ അറിയാമല്ലോ. ഞാൻ കോഴിക്ക് തീറ്റ കൊടുക്കാനായിട്ട് കോഴിക്കൂടിൻ്റെ അടുത്ത് എത്തുമ്പം ഒരു കോഴിയെ ഉള്ളെങ്കിലും ഞാനതിന് ഭക്ഷണം കൊടുക്കും. അച്ഛന് സന്തോഷമായി. പുള്ളിക്ക് കേൾക്കാൻ വലിയ താല്പര്യമുണ്ടല്ലോ എന്ന് വിചാരിച്ച അച്ഛൻ ഒരു 1.5 മണിക്കൂർ ശക്തിയോടെ പ്രസംഗിച്ചു. 1.5 മണിക്കൂർ പ്രസംഗം കഴിഞ്ഞ് പ്രാർത്ഥിച്ച ആശീർവാദം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ അച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ കോഴിക്ക് തീറ്റ കൊടുക്കാൻ കോഴിക്കൂടിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു കോഴിയെ ഉള്ളെങ്കിൽ ആ ഒരു കോഴിക്കുള്ള തീറ്റ ഞാൻ കൊടുക്കുകയുള്ളൂ. അല്ലാതെ ആ 25 കോഴിയുടെ തീറ്റയും കൂടെ ആ ഒരു കോഴിയുടെ അണ്ണാക്കിലേക്ക് ഞാൻ ഇടിച്ച് കയറ്റുകയില്ല. ഇന്ന് കഴിഞ്ഞ 3 ദിവസം പ്രഭാഷണ പരമ്പരകൾ കേട്ട നിങ്ങളൊരു പക്ഷേ അതായിരിക്കാം ചിന്തിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ആ കർഷകൻ്റെ അനുഭവമാണ് ഇന്ന് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്നെ കൂടെ ശ്രദ്ധിക്കണമേ. സൺഡേ ആരാധനയിൽ ദൈവവചന പ്രഘോഷണത്തിന് വലിയ സ്ഥാനമുണ്ടല്ലോ. നമ്മുടെ അല്പ സമയത്തെ ധ്യാനത്തിനായി സങ്കീർത്തനക്കാരൻ 12-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം, 12-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം, 12-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്, നമുക്കറിയാം. ആ സങ്കീർത്തനത്തിൽ നിന്നല്ല ഞാൻ പ്രസംഗിക്കുന്നത്. അതിലെ ഒരൊറ്റ വാക്കാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, വിശ്വസ്തന്മാർ. ദൈവസന്നിധിയിൽ വിശ്വസ്തന്മാരായി തീരാനാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. കർത്താവ് ഇതിന്റെ ഉപമയിൽ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലും പറഞ്ഞു, അല്ലേ, നല്ല ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാണ്. അപ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിച്ച് ആക്കിയിട്ട് കർത്താവിന്റെ ഹിതം നമ്മളെല്ലാം ദൈവസന്നിധിയിൽ വിശ്വസ്തന്മാരായിരിക്കണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം, അല്ലേ? അപ്പോൾ ഞാനും നിങ്ങളുമെല്ലാം ദൈവസന്നിധിയിൽ വിശ്വസ്തന്മാരായി തീരാൻ വേണ്ടിയാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ആ നല്ല ദാസനെ എന്ന് വിളിച്ച ആ വിളിയിൽ താലന്തുകളെ ദൈവം നൽകിയിട്ട് ചിലർക്ക് 10, ചിലർക്ക് 5, 2, 1 താലന്തുകൾ വീതം നൽകി, അല്ലേ? എന്നാൽ 5 ലഭിച്ചവൻ ബാക്കി 5 കൂടെ നേടാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദൈവം നൽകിയതായ താലന്തിനെ നല്ല നിലയിൽ വിനിയോഗിച്ചതായ ആ ശിഷ്യനെയാണ്, അല്ലെങ്കിൽ ആ മനുഷ്യനെയാണ് ദൈവം വിളിച്ചത്, നല്ല ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ വിശ്വസ്തരാകണം. നമ്മൾ ഏതെല്ലാം മേഖലയിലാണോ ആക്കിയിരിക്കുന്നത് ആ മേഖലകളിലെല്ലാം നമ്മൾ വിശ്വസ്തരാകാൻ വേണ്ടി ആ ദൈവം നമ്മളെ
ആക്കിയിരിക്കുന്നത്. എന്താണ് വിശ്വസ്തത? ദൈവവചന കാഴ്ചപ്പാടിൽ എന്താണ് വിശ്വസ്തത? അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ് ചെയ്യുന്നതായ ചില കാര്യങ്ങൾ, 7 കാര്യങ്ങളെ കമ്പിവാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. വിശ്വസ്തത എന്നാൽ എന്ത്? ദൈവസന്നിധിയിൽ ഒരു ഭക്തന്, ഒരു വിശ്വാസിക്ക് എങ്ങനെയാ വിശ്വസ്തനായി അല്ലെങ്കിൽ വിശ്വസ്തതയായി തുടരാനായിട്ട് കഴിയുന്നത്? ഒന്നാമത് നമുക്ക് വായിക്കാം എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ വിശ്വസ്തൻ എങ്ങനെയുള്ള വ്യക്തിയായിരിക്കും? അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും, അല്ലേ, വിശുദ്ധന്മാർ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും, അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്താൽ വിശ്വാസത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി, അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പൗലോസിൻ്റെ പ്രാർത്ഥനയുടെ മധ്യേ പറഞ്ഞതായ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. വിശ്വസ്തത എന്നാൽ നമ്മുടെ വിളിയെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവർക്കാണ് ദൈവസന്നിധിയിൽ വിശ്വസ്തന്മാരായി ജീവിക്കാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ് കൺവിക്ഷൻ അബൌട്ട് അവർ കോളിംഗ്. വിശ്വസ്തത എന്നാൽ വിളിയെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വിളിയെക്കുറിച്ച്, അല്ലേ, നമുക്കൊരു വലിയ വിളിയാണ് ലഭിച്ചത്. പൗലോസ് പറയുന്നു പരമവിളി. ഒരു വലിയ വിളി ലഭിച്ചവരാണ് നമ്മൾ. ഈ ലോകത്തുള്ള മറ്റാളുകളെ പോലെ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. ഒരു സ്പെഷ്യൽ കോളിംഗ് ലഭിച്ച ദൈവസഭയിലേക്ക് കടന്നു വന്നവരാണ് ദൈവസഭയിലെ അംഗങ്ങൾ എന്ന് കാണാൻ സാധിക്കും. അവിടെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണമെന്ന് എഫേസ്യ ലേഖനത്തിൽ തന്നെ വേറൊരു ഭാഗത്ത് പറയുന്നത് കാണാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? 18-ാം വാക്യത്തിൽ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. അവൻ്റെ വിളി, ദൈവം എന്നെ ദൈവസഭയിലേക്ക് വിളിച്ച ഒരു വിശ്വാസിയാക്കി, ഒരു ശിഷ്യനാക്കി നിർത്തിയിരിക്കുമ്പോൾ ആ വിളി എന്തിനു വേണ്ടിയാണ്? അല്ലേ, കൺവിക്ഷൻ അബൌട്ട് അവർ കോളിംഗ്. നമ്മുടെ വിളിയെക്കുറിച്ചൊരു ഉറപ്പ് പ്രാപിച്ച ദൈവമക്കളായിരിക്കണം ദൈവസഭയിലുള്ളത്. അങ്ങനെ വിളിയെക്കുറിച്ച് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കളുടെ ഇടയിൽ സ്നേഹം വ്യാപരിക്കും, സഹകരണം വ്യാപരിക്കും, അല്ലേ, അവർ ദൈവത്തിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുന്നവരായി തീരും. അവർക്ക് ക്ഷമിക്കാനായിട്ട് കഴിയും, അവർക്ക് സഹിക്കാനായിട്ട് കഴിയും, അവർക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. കാരണം ഇവിടെ ഉള്ള ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അല്ല കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചത്. എന്തിനു വേണ്ടിയാണ്? അവൻ്റെ വിളിയാലുള്ള ആശ, അല്ലെങ്കിൽ ഒരു നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഒരു ക്രിസ്തു ഭക്തൻ അല്ലെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യൻ. അവർക്കാണ് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി തീരാനായിട്ട് സാധിക്കുന്നത്. ഇരമ്യാവിന് ദൈവത്തിൻ്റെ വിളി ലഭിച്ചു. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ദൈവം ഇരമ്യാവിനെ വിളിച്ചിട്ട് ഇരമ്യാവിനോട് ഇങ്ങനെ പറയുന്നത് കാണാൻ സാധിക്കും. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അപ്പോൾ ആ വിളിയെക്കുറിച്ച് പറയുകയാണ്, ഞാൻ നിന്നെ അറിഞ്ഞു, അല്ലേ. നീ ഉദരത്തിൽ, അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഇരമ്യാവെന്ന് നിന്നെ ഞാൻ അറിഞ്ഞു. ഐ നോ യു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, അല്ലേ. അപ്പോൾ ഒന്ന്, എപ്പോഴാ ദൈവം ഇരമ്യാവിനെ അറിഞ്ഞു എന്ന് പറയുന്നത്? നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസഭയിൽ അംഗങ്ങളായിരിക്കുന്ന എന്നെയും നിങ്ങളെയും ഇന്നലെയല്ല കർത്താവ് അറിഞ്ഞത്, ഇന്നലെയല്ല കർത്താവ് വിളിച്ചത്. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ കർത്താവ് എന്നെ കണ്ടു, എന്നെ അവൻ അറിഞ്ഞു, അവൻ എന്നെ വിശുദ്ധീകരിക്കാനായിട്ട് ഇടയായി തീർന്നു, അല്ലേ. അറിഞ്ഞു, വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചു. 3 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ നിയമിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഞാനും നിങ്ങളും ഉണ്ടല്ലോ വെറുതെ ദൈവസഭയിലേക്ക് വന്നവരല്ല. എൻ്റെ കർത്താവിനെയും നിങ്ങളെയും കണ്ടു നാളുകൾക്ക് മുമ്പേ. ഹിസ് പ്രീ ഡെസ്റ്റിനേഷൻ, അവൻ്റെ മുൻ നിർണയത്താൽ ഈ ലോകം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പേ. ദാവീദും പറയുന്നത്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമാകുന്നതിന് മുമ്പേ എൻ്റെ ദൈവം എന്നെ കണ്ടു, എന്നെ അറിഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അബ്ദുൾ സമദായിരുന്ന എന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എൻ്റെ ദൈവം എന്നെ അറിഞ്ഞു.
എൻ്റെ ദൈവം എന്നെ വിശുദ്ധീകരിച്ചു, എൻ്റെ ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തു, അല്ലേ? അവൻ എന്നെ ജാതികൾക്ക് പ്രവാചകനായി അവൻ എന്നെ നിയമിക്കുവാനായിട്ട് ഇടയായി. പ്രൈസ് ദി ലോർഡ്. എന്നെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കൺവിക്ഷൻ അബൌട്ട് അവർ കോളിംഗ്. ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ്സ് കൺവിക്ഷൻ അബൌട്ട് അവർ കോളിംഗ്. വിശ്വസ്തത എന്നാൽ നമ്മുടെ വിളിയെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നതാണ് വിശ്വസ്തത. സഭയുടെ രജിസ്റ്റേർഡ് പേരുണ്ടോ എന്നുള്ളതല്ല, എത്രയോ വർഷത്തെ പാരമ്പര്യം എനിക്ക് ലൈഫ് ഫെലോഷിപ്പിൽ ഉണ്ട് എന്നുള്ളതല്ല, ഞാൻ ജനറൽ കൗൺസിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൗൺസിലിലെ മെമ്പറാണോ, ട്രസ്റ്റി ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാനം വഹിക്കുന്നവനാണോ എന്നുള്ളതല്ല. ദൈവസഭയിൽ ദൈവത്തിൻ്റെ വിളി ലഭിച്ച് നീ ആയിരിക്കുന്നതാണെങ്കിൽ, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവനെ കണ്ട് വിളിച്ച് വേർതിരിച്ച് സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ്. വിശ്വസ്തനായി തീരാൻ വേണ്ടിയാണ് കർത്താവ് എന്നെയും നിങ്ങളെയും കൊണ്ടുവന്നിരിക്കുന്നത്. ജോസഫ് ബൂസ്റ്റർ ബെൽജിയംകാരനാണ്. അദ്ദേഹം യൗവനക്കാരനായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പനൊരു നല്ല ധനാഢ്യനായൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒത്തിരി കാമുകിമാരൊക്കെ ഉണ്ടായിരുന്നു. ഈ ലോകത്തിന് പുറകെ പോകുന്ന ഒരു മനുഷ്യനായിരുന്നു ജോസഫ് ബൂസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത്, ഒരു ദിവസം പള്ളിയിലെ ആരാധനയിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, അയാൾ മാനസാന്തരപ്പെട്ടു, അയാൾ രക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ദൈവ വിളി ഉണ്ടാകാനായിട്ട് ഇടയായി. ജോസഫ് ബൂസ്റ്ററിനെ ദൈവവേലയ്ക്കായിട്ട് ദൈവം നിയോഗിച്ചു. ജോസഫ് ബൂസ്റ്റർ സെമിനാരിയിൽ പോയി ദൈവവചനം പഠിച്ചു, ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങി. ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിയതായ ജോസഫ് ബൂസ്റ്റർ അനേകരുടെ ഇടയിൽ പ്രയോജനപ്പെടാനായിട്ടിടയായി. ആ ജോസഫ് ബൂസ്റ്ററാണ് കുഷ്ഠരോഗികളുടെ ഇടയിൽ പോയി പിന്നീട് അതിശക്തമായി കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ച് കുഷ്ഠരോഗികളുടെ ഇടയിൽ കിടന്ന് കുഷ്ഠരോഗിയായി മരിച്ച ഫാദർ ഡാമിയൻ. ഫാദർ ഡാമിയൻ ജോസഫ് ബൂസ്റ്റർ എന്ന് പറയുന്ന ബെൽജിയംകാരനായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു. ഒരു കാലത്ത് അത്യാവശ്യം നല്ല സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുടുംബത്തിലാണ് ജോസഫ് ബൂസ്റ്റർ എന്ന് പറയുന്ന മനുഷ്യൻ ജനിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ വിളി ലഭിച്ചു കഴിഞ്ഞപ്പോൾ മാനസാന്തരമുണ്ടായി. എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് മാനസാന്തരമാണ്. എപ്പോഴാണ് ഈ മാനസാന്തരം ഉണ്ടാകുന്നത്? രക്ഷിക്കപ്പെടാനായിട്ട് ഒരിക്കലാണ് സാധിക്കുന്നത്. സ്നാനപ്പെടേണ്ടത് ഒരിക്കൽ മാത്രമാണ്. പരിശുദ്ധാത്മാ അഭിഷേകം നമ്മളുടെ മേൽ കർത്താവ് ഒരിക്കൽ പകരുവാനായിട്ടിടയായിത്തീരുന്നു. എന്നാൽ മാനസാന്തരം എന്ന് പറയുന്നത് കൂടെ കൂടെ ഉണ്ടാകേണ്ടുന്നതായ ഒന്നാണ്. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. മാനസാന്തരം എന്ന് പറയുന്നത് നമ്മളിൽ കൂടെ കൂടെ ഉണ്ടാകേണ്ടത്. അതിനാധാരമായ ഒത്തിരി വാക്യങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഒന്ന്, ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ്സ് ദി കൺവിക്ഷൻ അബൌട്ട് അവർ കോളിംഗ്. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ നമ്മുടെ വിളിയെക്കുറിച്ചുള്ള ബോധ്യമാണ്. എൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. അപ്പോൾ ആ പ്രാർത്ഥന തന്നെ ഒരു വലിയ പ്രസംഗമാണ്, നമുക്കറിയാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നെ എന്തിനാണ് എൻ്റെ കർത്താവ് വിളിച്ചിരിക്കുന്നത്? ഇന്ന് പകൽക്കാലം ഒന്ന് സ്വയം ചോദിച്ച്, ആരോടും പറയണ്ട, എൻ്റെ കർത്താവ് എന്നെ എന്തിനാ വിളിച്ചിരിക്കുന്നത്? ഞാൻ ആരായി തീരാനാ വിളിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടി വിളി പ്രാപിക്കാനായിട്ടിടയായി തീർന്നു? രണ്ട്, ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ്സ് ഇന്റിമസി വിത്ത് അവർ മാസ്റ്റർ, അല്ലേ? അവനോടുകൂടെ വസിക്കുക. വിശ്വസ്തത എന്ന് പറയുന്നത് അവനോടുകൂടെ വസിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടതാണ്. ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ്സ് ദ ഇന്റിമസി വിത്ത് അവർ മാസ്റ്റർ. അവനോടുകൂടെ വസിക്കാൻ വേണ്ടിയാ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-14 വാക്യം വായിക്കാം നമുക്ക്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-14 വാക്യം. അവിടെയും ഒരു വിളിയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. മലയിൽ കയറി കണ്ടവരെ എല്ലാം വിളിച്ചില്ല. ഈ തിരുവനന്തപുരം പട്ടണത്തിൽ എത്രയോ ആളുകളുണ്ട്, അവരെ ഒന്നും വിളിച്ചില്ല. എന്നെയും നിങ്ങളെയും ആ കർത്താവ് വിളിച്ചത്, അല്ലേ? അതെന്തുകൊണ്ടാണ് വിളിച്ചത്? ആ വാക്യത്തിലുണ്ട്, തനിക്ക് ബോധിച്ചവരെ. അതൊരു വലിയ കൃപയാണ് കേട്ടോ. നമ്മൾ കൃപയെക്കുറിച്ചാണല്ലോ ബൈബിൾ സ്റ്റഡിയിൽ എഫേസ്യ ലേഖനത്തിൽ പഠിക്കുന്നത്. നമ്മൾ കൃപയെക്കുറിച്ചാണ്. നിങ്ങളതിൽ പങ്കെടുക്കാത്തവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നില്ല, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വിളി ലഭിച്ചത്? പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. തനിക്ക് ബോധിച്ചവരെ, അതാ ദൈവത്തിൻ്റെ കൃപ. എന്നെ കർത്താവിന് ബോധിച്ചു. അതെത്ര സന്തോഷമുള്ള കാര്യമാണ്, അല്ലേ? എന്നെ കർത്താവിന് ബോധിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കർത്താവിന് ബോധിച്ചു. അതുകൊണ്ട് ആ വിളി കിട്ടിയത്.
ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ്സ് ദ ഇൻറ്റിമസി വിത്ത് അവർ മാസ്റ്റർ. എന്തിനു വേണ്ടിയാ വിളിച്ചത്? പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകേണ്ടതിനും. അപ്പം ഇതാണ് മിനിസ്ട്രി. കർത്താവ് ബോധിച്ചവരെ തിരഞ്ഞെടുത്തത്. അത് 12 അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമല്ല. ആമേൻ. എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാ. അവൻ തന്നോടുകൂടെ ഇരിപ്പാൻ. ഒന്നാമത്തത്, ദൈവത്തോടുകൂടെ സമയം ചിലവഴിക്കാനാണ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത്. ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ്സ് ദ ഇൻറ്റിമസി വിത്ത് അവർ മാസ്റ്റർ. ദൈവത്തോടുകൂടെ സമയം ചിലവഴിക്കാൻ വേണ്ടിയാണ് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചത്. പ്രസംഗം 2, ഭൂതങ്ങളെ പുറത്താക്കുന്നത് 3-ാമത്തെ കാര്യം. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതൊക്കെ ഏറ്റവും അവസാനത്തെ കാര്യമാണ്. 1-ാമത്തെ കാര്യം അവർ തന്നോടുകൂടെ ഇരിപ്പാനും. ഇന്ന് പകൽക്കാലം നമ്മൾ കർത്താവിനോട് കൂടെ ഇരിക്കുന്നുണ്ടോ? നമ്മൾ കർത്താവിനോട് കൂടെ ഇരുന്ന് എഴുന്നേറ്റിട്ടാണോ നമ്മൾ പോകുന്നത്? കർത്താവിനോട് കൂടി ഇരുന്ന് എഴുന്നേറ്റവരുടെ സ്വഭാവമാണോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രതിഫലിക്കാനായിട്ടിടയായിത്തീരുന്നത്? കർത്താവിനോട് കൂടി ഇരുന്ന് എഴുന്നേറ്റ് അവൻ്റെ ആ ശരീര രക്തങ്ങളോട് പങ്കാളികളായി തീർന്നവരുടെ സ്വഭാവമാണോ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കാനായിട്ടിടയായിത്തീരുന്നത്? നമ്മൾ ആരെയൊക്കെ നോക്കണ്ട, ഞാൻ എന്നിലേക്ക് നോക്കിയാൽ മതി, ഞാൻ എന്നോട് തന്നെ ചോദിച്ചാൽ മതി, കർത്താവേ അപ്രകാരമാണോ എൻ്റെ ബിഹേവിയർ? എനിക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? ഒരു സുവിശേഷകൻ എന്ന നിലയിൽ, ഒരു പാസ്റ്റർ എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു ഭക്തൻ എന്ന നിലയിൽ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പാകെ, ജൂനിയേഴ്സിന് മുമ്പാകെ, കുഞ്ഞുങ്ങളുടെ മുമ്പാകെ എനിക്ക് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള സാക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്? അവനോട് കൂടെ വസിക്കുവാനായിട്ട്, അല്ലേ? ആ ഒരു പറ്റുമാനമുണ്ടാകുവാൻ, ദൈവത്തോടൊരു പറ്റുമാനം, ഒരു പ്രതിബദ്ധതയുള്ളവരായി തീരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് ആരോടാ പറ്റുമാനം? ആരോടെങ്കിലുമാണോ നമ്മുടെ പറ്റുമാനം? നമ്മുടെ പ്രതിബദ്ധത മറ്റാരോടെങ്കിലുമാണോ? ഞാൻ പറയുന്നതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പറ്റുമാനം കർത്താവിനോട് മാത്രമായിരിക്കട്ടെ. ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേൽ 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗത്ത് ഏലി പുരോഹിതനെ കാണാൻ സാധിക്കും. ഏലി പുരോഹിതൻ ഇസ്രായേലിന് വേണ്ടി 40 വർഷം യഹോവയുടെ പുരോഹിതനായി നിന്ന മനുഷ്യനാണ്. 1-2 വർഷമല്ല. ലൈഫ് ഫെലോഷിപ്പിൽ മാക്സിമം പോയാൽ 25 വർഷത്തെ സീനിയോറിറ്റിയെ നിങ്ങൾക്ക് പറയാനുള്ളൂ കേട്ടോ. കാരണം ഇത് തുടങ്ങിയിട്ട് 25, 27 അല്ലെങ്കിൽ 30 വർഷമേ ആയിട്ടുണ്ടാവുകയുള്ളൂ, അല്ലേ? ഏലി പുരോഹിതന് പറയാനുള്ളത് 40 വർഷത്തെ പാരമ്പര്യമാണ്. ഇസ്രായേലിന് വേണ്ടി 40 വർഷം സേവ ചെയ്ത മനുഷ്യനാണ് ഏലി. ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ഏലി പുരോഹിതനായിരുന്ന കാലത്ത് യഹോവയുടെ വചനം ദുർബലമായിരുന്നു, ദർശനമേറെ ഇല്ലായിരുന്നു. ഏലി പുരോഹിതനായിരുന്ന കാലത്ത് യഹോവയുടെ വചനം ദുർബലമായിരുന്നു, ദർശനമേറെ ഇല്ലായിരുന്നു. വചനം ദുർബലമായിരുന്ന കാലഘട്ടം, ദർശനമേറെ ഇല്ലാതിരുന്നതായ കാലഘട്ടം. ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. ഏലി എവിടെ കിടന്നുറങ്ങി? ഏലി എവിടെ കിടന്നുറങ്ങി? അവിടെ എഴുതിയത് വായിച്ചാൽ മതി. ഏലി എവിടെ കിടന്നുറങ്ങി? തൻ്റെ സ്ഥലത്ത്. ഒരു ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്ന അവന് ബോധിച്ചെടുത്ത് കിടന്ന് ഉറങ്ങി എന്നാ. ഏലി അവന് ബോധിച്ചെടുത്ത് കിടന്നുറങ്ങി, അല്ലെങ്കിൽ അവൻ തൻ്റെ സ്ഥലത്ത്, ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ അവൻ തൻ്റെ സ്ഥലത്ത് കിടന്ന് ഉറങ്ങി. ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. ആമേൻ. 2 പേരുടെ വാസം, അല്ലേ? കിടപ്പ്. ഏലി എവിടെ കിടന്നു? തനിക്ക് ബോധിച്ചെടുത്ത്, അല്ലെങ്കിൽ തൻ്റെ സ്ഥലത്ത്. ശമൂവേൽ എവിടെ കിടന്നു? ശമൂവേല് യഹോവയുടെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു, അല്ലേ? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആവർത്തന വിരസതയും അതുപോലെ തന്നെ ആ സമയത്തിൻ്റെ ദൗർബല്യവും കൊണ്ട് ഞാൻ വളരെ വേഗം, നിങ്ങൾക്കെല്ലാം പശ്ചാത്തലം അറിയാമല്ലോ, ഏലിക്കും ഏലിയുടെ മക്കൾക്കും എന്ത് സംഭവിച്ചു എന്നുള്ളത് ചരിത്രം പറയുന്നുണ്ട്. പാരമ്പര്യം പറയുകയാണെങ്കിൽ, ശുശ്രൂഷയുടെ സീനിയോറിറ്റി പറയുകയാണെങ്കിൽ 40 വർഷമുണ്ട് ഏലിക്ക്. ശമൂവേൽ ബാലനാ, ഇന്നലെ വന്നവനാ.
പക്ഷേ ഏലിയുടെ കാലത്ത് വചനം ദുർബലമായിരുന്നു, ദർശനമില്ലായിരുന്നു. വചനം ദുർബലമായ, ദർശനമില്ലാത്ത പാരമ്പര്യമല്ല എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത്. പിന്നെയോ വചനമുള്ള, എവിടെ കിടക്കുന്ന ആ യഹോവയുടെ യാഗപീഠത്തോട് അടുത്ത് കിടക്കുന്നതായ ഒരു പാരമ്പര്യമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. യഹോവയുടെ യാഗപീഠത്തോട് അടുത്ത് കിടക്കുമ്പോൾ മാത്രമേ ദർശനം ഉണ്ടാകുകയുള്ളൂ. ആമേൻ. കർത്താവേ, നിന്റെ യാഗപീഠത്തോട് അടുത്ത് കിടപ്പാനായിട്ട് നീ എന്നെ സഹായിക്കണമേ. ശമൂവേലിനെ കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് ആ വലിയ സന്തോഷം തോന്നിയത്, അവൻ യഹോവയുടെ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. ഏലിയുടെ മക്കൾ കിടന്നതൊക്കെ മറ്റൊരു ഭാഗമുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്, ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ്സ് ദ ഇൻറ്റിമസി വിത്ത് അവർ മാസ്റ്റർ. വിശ്വസ്തത എന്നാൽ ദൈവത്തോട് കൂടെ സമയം ചിലവഴിക്കുന്നതാണ്, ദൈവത്തോട് പറ്റുമേനി ഉണ്ടാകുന്നതാണ്, ദൈവത്തോട് പ്രതിബദ്ധത ഉണ്ടാകുന്നതാണ്. ടു ബി വിത്ത് ഹിം, അവനോട് കൂടെ ആയിരിക്കുന്നതിനെയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. കർത്താവേ, ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തനായി തീരാനായിട്ട് നീ എന്നെ സഹായിക്കണം. കഴിഞ്ഞ മാസം മരിച്ചതായ ജ്ഞാനപീഠ ജേതാവായിരിക്കുന്ന MT വാസുദേവൻ നായരുടെ ഒരു ലേഖന സമാഹാരമുണ്ട്. ആ ലേഖന സമാഹാരത്തിൻ്റെ പേര് കിളിവാതിലിലൂടെ എന്ന്. ആ ലേഖന സമാഹാരത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചാക്യാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ചാക്യാർ കൂത്ത് നടത്തുന്നതായ ഒരു ചാക്യാർ. ആ ചാക്യാർ എങ്ങനെയാണ് ചാക്യാർ കൂത്ത് നടത്താനായിട്ട് പോകുന്നത്? ആ ചാക്യാർ കൂത്ത് നടത്താനായിട്ട് പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ക്ഷേത്രകലകളാണല്ലോ. ഒത്തിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പല കർമ്മകാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഈ ചാക്യാർ കൂത്ത് നടത്തുന്നതിന് മുമ്പ് ഇദ്ദേഹം ഈ കർമ്മങ്ങളും ഈ കാര്യങ്ങളും ഈ ആചാരങ്ങളും ഈ വ്രതവും ഒക്കെ നോക്കുക. അപ്പോൾ ചാക്യാരുടെ അസിസ്റ്റൻ്റ് എന്ന് ചാക്യാരോട് പറഞ്ഞു, ചാക്യാരെ, ഇത്രയും കർമ്മമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇന്ന് കൂത്ത് കാണാൻ ഒത്തിരി ആളുകളൊന്നും വന്നിട്ടില്ല. ഇന്ന് കൂത്ത് കാണാൻ ആകെ ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു സായിപ്പും മദാമയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ആചാരവും അനുഷ്ഠാനവും ഒന്നും ചെയ്തില്ലെങ്കിലും, നിങ്ങളിതൊന്നും ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൂട്ടിയാൽ മതി, അവർ പ്രതിഫലം തരും, അവർ പോകും. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൂട്ടിയാൽ മതി, അവർ പ്രതിഫലം തരും, അവർ പോകും. കാരണം അവർക്ക് ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. ആ ലേഖനത്തിൽ MT വാസുദേവൻ നായർ ഇങ്ങനെ പറയുന്നുണ്ട് ശിഷ്യനോട്, വാസു, ഞാൻ കൂത്ത് നടത്തുന്നത് ഒരു വിളക്കിന് മുമ്പിലാണ്. മറ്റാരും കാണുന്നില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട് എന്നുള്ള ചിന്ത എന്നെ ഭരിക്കുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ മുന്നിലിരിക്കുന്ന മദാമയ്ക്കും സായിപ്പിനും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും അറിയില്ലായിരിക്കാം. എനിക്ക് എന്തെങ്കിലും കാണിച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രതിഫലം വാങ്ങണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്താ നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്? വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാണിച്ചെഴുന്നേറ്റ് പോകുന്നതല്ല, പാടി ബഹളം വെച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നതല്ല. ഇൻറ്റിമസി വിത്ത് അവർ മാസ്റ്റർ. വിശ്വസ്തത എന്ന് പറയുന്നത് നമ്മുടെ വിളിയെക്കുറിച്ചുള്ള ഉറപ്പാണ്. നമുക്ക് അവനോടുകൂടെ വസിക്കുവാനായിട്ട് കഴിയുന്നതാണ്. 3, ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ്സ് അൺകോംപ്രമൈസ്ഡ് പ്യൂരിറ്റി. എവിടെ വായിക്കാൻ സാധിക്കുന്ന? സമയം പോയി, ഞാൻ വളരെ വേഗത്തിൽ പോകാം. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ. 1 പത്രോസ് 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അല്ലേ? അപ്പോൾ ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ്സ് ദി അൺകോംപ്രമൈസ്ഡ് പ്യൂരിറ്റി. സന്ധി ചെയ്യാത്തതായ ഒരു വിശുദ്ധ ജീവിതമുള്ളവർക്ക് വേണ്ടിയാണ് ദൈവം വിളി നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിത്യത പ്രാപിക്കാനായിട്ട് കഴിയുന്നത് സന്ധി ചെയ്യാത്തതായ, കോംപ്രമൈസ് ചെയ്യാത്തതായ ഒരു വിശുദ്ധിക്ക് ഉടമയായിരിക്കണം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യം.
നിങ്ങളെ തന്നെയും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലേ? നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവസഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടൻ മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുക. ആട്ടിൻകൂട്ടത്തെ മുഴുവനായി സൂക്ഷിക്കുന്നതിന് മുമ്പേ നിങ്ങളെ തന്നെ സൂക്ഷിക്കും. ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ്സ് അൺകോംപ്രമൈസ്ഡ് പ്യൂരിറ്റി. വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ സന്ധി ചെയ്യാത്ത ഒരു വിശുദ്ധ ജീവിതത്തിന് ഉടമയായി തീരുന്നത്. ഒത്തിരി കാര്യം പറയാനുണ്ട്, സമയ ചുരുക്കം കൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. വിനേഷ് ഫോഗട്ടിനെ അറിയാമല്ലോ. വിനേഷ് ഫോഗട്ട് കഴിഞ്ഞ ഒളിമ്പിക്സിലും കൂടെ നമ്മൾ വിനേഷ് ഫോഗട്ടിനെ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചത്. ആരാ വിനേഷ് ഫോഗട്ട്? ആരാ? ഒളിമ്പ്യനാണ്, ഗുസ്തിക്കാരിയാണ് അല്ലേ വിനേഷ് ഫോഗട്ട്. വിനേഷ് ഫോഗട്ടിന് മെഡൽ നഷ്ടപ്പെട്ടു. ഗുസ്തി മോശമായിരുന്നിട്ടല്ല, ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഫൈനലിൽ വിജയിക്കുകയും ചെയ്തതാണ് വിനേഷ് ഫോഗട്ട്. പക്ഷേ മെഡൽ നഷ്ടപ്പെട്ടു. എങ്ങനെയാ വിനേഷ് ഫോഗട്ടിന് മെഡൽ നഷ്ടപ്പെട്ടത്? വിനേഷ് ഫോഗട്ടിന് ആകെ വേണ്ടിയിരുന്ന തൂക്കത്തിൽ നിന്നും 100 ഗ്രാം ഒരു തൂക്കമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചല്ലേ. നമ്മളൊക്കെ എങ്ങനെയാ ചിന്തിക്കുന്നത്? വെറും 100 ഗ്രാം ഒരു മനുഷ്യനെ തൂക്കുമ്പോൾ 100 ഗ്രാമൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുമോ? നമ്മളൊക്കെ തൂക്കാൻ നിൽക്കുമ്പം ആ അവസാനത്തെ ഡിജിറ്റ് ഒന്നും നമ്മൾ നോക്കാറില്ല അല്ലേ. 97, 98, 68 അത് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. വിനേഷ് ഫോഗട്ടിന് മെഡൽ നഷ്ടപ്പെട്ടത് വെറും 100 ഗ്രാം കൂടിപ്പോയത് കൊണ്ടാണ്. എന്നെയും നിങ്ങളെയും ഇത് ചലഞ്ച് ചെയ്യണം കേട്ടോ. സഭയിൽ കടന്നു വരുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, മേശയിൽ പങ്കാളികളായി എഴുന്നേറ്റ് പോകുമ്പോൾ, സഭയുടെ മറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ 24 മണിക്കൂറും ഒരു ആത്മീയനായി ജീവിക്കാൻ വേണ്ടി കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. നമ്മളെ അത് ഭയപ്പെടുത്തണം. മെഡൽ നഷ്ടമാകരുത്, കിരീടം നഷ്ടമാകരുത്. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. അതിന് എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. ലാഭമായിരിക്കുന്ന ചിലതിനെ ഛേദമെന്ന് എണ്ണിയിട്ട് എനിക്ക് വിരുദ പ്രാപിക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടെ ഒന്നിച്ചോടാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെക്കുറിച്ച് നാണിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അവൻ ജീവൻ നൽകി എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കാനായിട്ട് ഇടയായത് എന്തിനു വേണ്ടിയാണ്? സന്ധി ചെയ്യാത്ത ഒരു വിശുദ്ധി. Faithfulness demands the uncompromised purity. ഒരു 100% ഒരു വിശുദ്ധനായി വാക്കിലും പ്രവൃത്തിയിലും സംസാരത്തിലും കൊടുക്കൽ വാങ്ങലുകളിലും ഇടപാടുകളിലും കമ്മിറ്റിയിൽ ഇരിക്കുമ്പോഴും പൊതുയോഗത്തിൽ ഇരിക്കുമ്പോഴും എല്ലാം ഒരു വിശുദ്ധനായി തീരാൻ സാധിക്കുന്നില്ല എങ്കിൽ, ആമേൻ, 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. Faithfulness demands conviction about our calling, intimacy with our master, uncompromised purity. 4 അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 22-ാം വാക്യം. Faithfulness demands the willingness to suffer. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി കടന്ന് ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് അവൻ ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. Faithfulness demands willingness to suffer. വിശ്വസ്തത എന്നാൽ എന്താണ്? കഷ്ടത ഏൽക്കാനുള്ള മനസ്സ, വിട്ടുകൊടുക്കാനുള്ള മനസ്സ, സഹിക്കാനുള്ളതായ മനസ്സ, അംഗീകരിക്കാനായിട്ടുള്ള മനസ്സ. എല്ലാ തീരുമാനങ്ങളുമൊന്നും എനിക്ക് താല്പര്യം ഉള്ളതായിരിക്കണമെന്നില്ല, എങ്കിലും ഒന്ന് വിട്ടുകൊടുക്കാൻ സാധിച്ചാൽ അതിനെയാണ് ദൈവം വിശ്വസ്തത എന്ന് പറയാനായിട്ട് ഇടയാകുന്നത്. ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിക്കാൻ ഇടയാകുന്നത്. എല്ലാവരോടുമായിട്ടാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. വില്ലിങ്നെസ് ടു സഫർ അല്ലേ? എങ്ങനെയാണ് ആദിമകാലത്ത് അവര് വിശ്വാസികളെ പഠിപ്പിച്ചത്? നാം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും, വിശ്വാസത്തിൽ നിലനിൽക്കണം, പിന്നെ അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്ന് ദൈവരാജ്യത്തിൽ കടക്കണം. കഷ്ടതയുണ്ട്. പൗലോസ് 2 തിമോഥെയോസ് 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക.
പ്രിയപ്പെട്ടവരെ, കഷ്ടം സഹിക്കാൻ വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. നമ്മളെ കർത്താവ് അതിനാണ് വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി. മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പൻ. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പൻ. നമ്മളെ ഇതിലെ കടക്കാനാണ് വിളിച്ചിരിക്കുന്നത്, ഇടുക്കുവാതിലിലൂടെ അല്ലേ? മത്തായി 7-13-14 വാക്യങ്ങൾ. അവിടെ വീതിയും വിശാലവുമുള്ള വാതിലിലൂടെ നടക്കാൻ വിളിക്കപ്പെട്ടവരല്ല ക്രിസ്തു സഭ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ, വഴി വിശാലമുള്ളതാണ്. അനേകരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല നമ്മൾ ചുരുക്കം പേരുടെ കൂട്ടത്തിൽ വിളിക്കപ്പെട്ടവരാ. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അത്ര. ഇടുക്കമുണ്ട്. ആമേൻ. ക്രിസ്തീയ ജീവിതത്തിൽ ഇടുക്കമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലർക്കും പലവിധ ഇടുക്കങ്ങളുണ്ട്, പലവിധ പ്രശ്നങ്ങളുണ്ട്, പല പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. അതിൻ്റെ മധ്യ ആ ഇടുക്കത്തിലൂടെ കടന്നു പോകാനായിട്ട് ഇടയായിത്തീരണം. ആ ഇടുക്കത്തിലൂടെ കടന്നു പോകുമ്പോഴും ആ ഇൻറ്റിമസി, അവനോട് കൂടെ വസിക്കാനായിട്ട് കഴിയുന്നത്, അവനോടുകൂടെ ഏതുമായി തീരാനായിട്ട് കഴിയുന്നത്, അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ജോൺ വെസ്ലിയെ കുറിച്ച് വായിക്കുമ്പോൾ 87-ാം വയസ്സിൽ ജോൺ വെസ്ലിക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു. കർത്താവിന് വേണ്ടി വളരെ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ദാസനാണ് ജോൺ വെസ്ലി, അല്ലേ? ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലിയും ഇംഗ്ലണ്ടിനെ സുവിശേഷത്താൽ കീഴ്മേൽ മറിച്ച ദൈവദാസന്മാരാണ് ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലിയും. അതിൽ ജോൺ വെസ്ലി തൻ്റെ 87-ാമത്തെ വയസ്സിൽ തന്നെ കാണാനായിട്ട് ചെന്ന പത്രപ്രവർത്തകനോട് പറഞ്ഞു, എനിക്കിപ്പോൾ വെറും 15 മണിക്കൂർ മാത്രമേ ദൈവവചനം വായിക്കാനും പഠിക്കാനും കഴിയുന്നുള്ളൂ. എനിക്കിപ്പോൾ വെറും 5 മണിക്കൂറേ ഒരു ദിവസം പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പരാതി എന്താണെന്നറിയാമോ? എനിക്ക് വെറും 15 മണിക്കൂറേ ദൈവവചനം വായിക്കാനും ധ്യാനിക്കാനും കഴിയുന്നുള്ളൂ. എനിക്ക് ഒരു ദിവസം വെറും 5 മണിക്കൂറേ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നുള്ളൂ. നമ്മുടെ പരാതി എന്താ, അല്ലേ? ജോൺ വെസ്ലിക്ക് കർത്താവിന് വേല ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന് ഒത്തിരി എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയോട് വലിയ സഹകരണമൊന്നും ഉണ്ടായിരുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരിക്കൽ താഴെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ മേളിൽ നിന്ന് ചാണകവെള്ളം കലക്കി അദ്ദേഹത്തിൻ്റെ തലയിൽ കൂടെ ഒഴിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇയാളുടെ ഈ മിനിസ്ട്രിയോടും ഈ പ്രസംഗത്തോടും ജോൺ വെസ്ലിയുടെ ഭാര്യയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? കർത്താവിന് വേണ്ടി ആ ലോകം മുഴുവൻ സഞ്ചരിച്ച് അനേകരെ നേടി. അദ്ദേഹത്തിൻ്റെ 87-ാം വയസ്സിൽ അദ്ദേഹത്തിന് 11 ഭാഷകൾ അറിയാമായിരുന്നു. ആ 11 ഭാഷക്കാരുടെ ഇടയിലും അദ്ദേഹം സുവിശേഷവുമായി കടന്നു ചെന്നു. കഷ്ടതയേറ്റു, പ്രയാസങ്ങൾ അനുഭവിച്ചു, കർത്താവിന് വേണ്ടി ജീവിച്ചു. കർത്താവിന് വേണ്ടി ഈ ലോകത്തിൽ നിന്ന് മരിച്ച് മാറ്റപ്പെട്ട് നിത്യതയ്ക്ക് അവകാശിയായി തീർന്നു. ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ്സ് ദ വില്ലിംഗ്നെസ് ടു സഫർ. വിശ്വസ്തത എന്നാൽ കഷ്ടത ഏൽക്കാനുള്ള മനസ്സാണ്. ബഹളം കൂട്ടാനല്ല കർത്താവ് നമ്മളെ സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കർത്താവിന് വേണ്ടി ഏതുമായി തീരാനായിട്ട്, കർത്താവേ നീ എന്നെ സഹായിക്കണമേ, നീ എന്നെ ഇടയാക്കണമേ, നിനക്ക് വേണ്ടി ഞാനിതാ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 2 തീമോഥെയോസിൽ നമ്മൾ വായിച്ചല്ലോ, ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. 5 അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 6-ാം വാക്യം. ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ്സ് വിറ്റ്നസ് ഓഫ് അവർ ഫാമിലി. വിശ്വസ്തത എന്നാൽ കുടുംബത്തിൻ്റെ സാക്ഷ്യം കൂടെയാണ്, അല്ലേ? കുടുംബത്തിൻ്റെ സാക്ഷ്യം കുടുംബാംഗങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം. കുടുംബത്തിൻ്റെ സാക്ഷ്യം. അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. 22-ാം അധ്യായം ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ 6-ാം വാക്യത്തിൽ അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു, തൻ്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു, തീയും കത്തിയും താൻ എടുത്തു. അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. അത് വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഹാർട്ട് ബീറ്റ് ചെയ്യും, എൻ്റെ ഹൃദയം ഇടിക്കാനായിട്ടിടയായിത്തീരും. അവിടെ ഒരു പ്രാവശ്യമല്ല അത് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ കാര്യം എഴുതിയ മോശ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തൻ്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു,
തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു. 8-ാം വാക്യത്തിന്റെ അവസാനത്തേക്ക് നോക്കിയേ. 8-ാം വാക്യത്തിന്റെ അവസാനം, അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. അബ്രഹാം നടന്നപ്പോൾ അബ്രഹാമിന് തോളോട് തോൾ ചേർന്ന് ആര് നടന്നു? ഇസഹാക്ക് നടന്നു. നമ്മിലേക്ക് നോക്കാം. നമ്മുടെ തലമുറ എന്ത് ചെയ്യും? അവർ നമ്മുടെ കൂടെ നടക്കുന്നുണ്ടോ? അവർക്ക് പറയാനായിട്ട് സാധിക്കുമോ? അല്ലേ? അബ്രഹാം നടന്നപ്പോൾ അബ്രഹാമിനോട് ചേർന്ന് നടന്നു. യോശുവ പറയുകയാണ്, യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യം വായിക്കണ്ട, കാണാതെ അറിയാമല്ലോ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കുഞ്ഞുങ്ങളത് പറയണമെങ്കിൽ, അല്ലേ, മക്കളത് പറയണമെങ്കിൽ അവർക്ക് കാണാൻ കഴിയണം. അവർക്കത് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താനായിട്ട് കഴിയണം. ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ്സ് വിറ്റ്നസ് ഓഫ് അവർ ഫാമിലി. കുടുംബത്തിൻ്റെ സാക്ഷ്യം. അബ്രഹാം നടന്നപ്പോൾ അബ്രഹാമിനോട് ചേർന്ന് നടക്കുന്നതായ ഇസഹാക്കിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. വളരെ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ, ഞാനത് അവിടെ അവസാനിപ്പിക്കുകയാണ്. 6-ാമത്തേത് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ്സ് കോൺഷ്യസ് അബൌട്ട് ദ ടൈം. സമയത്തെക്കുറിച്ചുള്ള ബോധ്യം. വിശ്വസ്തത എന്നാൽ സമയത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. സമയത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടോ? നമുക്ക് ബോധ്യമുണ്ട്. പാസ്റ്റർ ഇപ്പം പറഞ്ഞ സമയത്തേക്കാൾ ഞങ്ങൾ എൽഡേഴ്സ് മീറ്റിംഗ് കൂടി തീരുമാനിച്ചതാണ് പുള്ളിക്ക് 35-40 മിനിറ്റ് കൊടുത്താൽ മതിയെന്ന്. ഇപ്പം തന്നെ പുള്ളി ആ സമയം കഴിഞ്ഞു. 12 മണിക്ക് ആശീർവാദം പറയുന്നുണ്ടോ, വില്യം പാസ്റ്റർ ആശീർവാദം പറയുന്നുണ്ടോ എന്നാണ് ഞങ്ങൾ നോക്കുന്നത്. നമുക്ക് സമയത്തെക്കുറിച്ച് ബോധ്യമുണ്ട്, അല്ലേ? ആ സമയത്തെക്കുറിച്ചുള്ള ബോധ്യമല്ല. പിന്നെയോ, ഇത് ദുഷ്കാലമാകയാൽ. ഇത് ദുഷ്കാലമാണ്. സമയത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടോ? നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധ്യമുണ്ടോ? കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മെ ഭരിക്കാനായിട്ടിടയാകുന്നുണ്ടോ? നമ്മുടെ ചെയ്തികളും നമ്മുടെ പ്രവൃത്തികളുമൊക്കെ കർത്താവിൻ്റെ വരവ് ആസന്നമായി എന്നുള്ള കാര്യം നമ്മെ ബോധിപ്പിക്കാനായിട്ട് ഇടയാകുന്നുണ്ടോ? ഇത് ദുഷ്കാലമാകയാൽ, ഇത് ദുഷ്കാലമാണ്. സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ഇത് ദുഷ്കാലമാണ്. കർത്താവിൻ്റെ വരവ് ആസന്നമായി. ഒരുപക്ഷെ ഈ പ്രസംഗം തീരുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞായിരിക്കാം. ഇത് ദുഷ്കാലമാണ്. ആമേൻ. നമുക്ക് സമയത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകണം. എൻ്റെ വരവ് ആസന്നമായി. എൻ്റെ കർത്താവ് വരുവാനായിട്ട് പോകുന്നു. അതുകൊണ്ട് ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഒരു തണുപ്പ് രാജ്യത്ത് ഒരു സ്ത്രീ ഒരു തിരിവിളക്കിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് വളരെ വേഗത്തിൽ ഇങ്ങനെ സ്വെറ്റർ തയ്ക്കുക. 2 വടി വെച്ച് സ്വെറ്റർ തയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ കാണാം. അവരെ വളരെ വേഗത്തിൽ ഒരു തിരിവിളക്കിൻ്റെ മുമ്പിൽ നിന്ന്, വളരെ ദാരിദ്ര്യവും പട്ടിണിയുമുള്ള കാലഘട്ടത്തിൽ അവർ വളരെ വേഗത്തിൽ ഒരു 2 വടി ഉപയോഗിച്ച് ഒരു സ്വെറ്റർ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ വഴിയെ നടന്നു പോയ ഒരാൾ ആ സ്ത്രീയോട് ചോദിച്ചു, എന്തിനാ ഇത്ര ധൃതിയിൽ തുന്നുന്നത്? ആ സ്ത്രീ പറഞ്ഞു, ഒരു തിരിയേ ഉള്ളൂ, അത് കത്തിത്തീരാറായി. അത് കത്തിത്തീരുന്നതിന് മുമ്പേ എനിക്ക് ഈ സ്വെറ്റർ പൂർത്തീകരിക്കണം. ഒരു തിരിയേ ഉള്ളൂ, അത് കത്തിത്തീരാറായി. അത് കത്തിത്തീരുന്നതിന് മുമ്പേ എനിക്കിത് പൂർത്തീകരിക്കണം. ബോധ്യമുണ്ടോ? നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ടോ? അലസന്മാരായി ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ആ വിളിയുടെ വലിപ്പം, അല്ലേ? എന്നെ വിളിച്ച വിളിയാലുള്ള ആശ ഇന്നതെന്ന്. എന്തിനു വേണ്ടി എൻ്റെ കർത്താവ് എന്നെ വിളിച്ചത്? എന്തിനാ ഞാൻ സമയം മെനക്കെടുത്തുന്നത്? ആ വിളിക്ക് ബോധ്യമില്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത്, TV യിൽ നല്ല ലൈവ് ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട്, ISL ഫുട്ബോളുണ്ട്, IPL ഉണ്ട്, മറ്റു പല കാര്യങ്ങളുമുണ്ട്.
എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണെങ്കിൽ അതിലൊക്കെ പോകുന്നതാണ് നല്ലത്, അല്ലേ? സമയത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ചെയ്തികൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ നിയന്ത്രണം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപാടുകൾ എല്ലാം ആ ബോധ്യത്തിനനുസരിച്ചായിരിക്കണം. ഞാൻ വാക്കുകളെ വേഗത്തിൽ അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 5:16 നമ്മൾ വായിച്ചല്ലോ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. അവസാനമായി ഒരു കാര്യം കൂടെ പറയട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 4-5 വാക്യങ്ങൾ. Faithfulness demands loving everyone. എല്ലാവരെയും സ്നേഹിക്കാൻ, ദൈവസഭയെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ വിശ്വസ്തത എന്ന് പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നതാണ്, സഭയെ സ്നേഹിക്കാനായിട്ട് കഴിയുന്ന. 2 വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കും. ലൂക്കോസ് 7:4-5. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് അവർ താല്പര്യത്തോടെ അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. ഏത് ചെയ്തു കൊടുപ്പാൻ? ഈ ശതാധിപന്റെ ബാല്യക്കാരൻ ദീനം പിടിച്ച് മരിച്ചു, അല്ലെ? ദീനക്കാരനായി കിടക്കുകയാണ്. നീ അവൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് അവന് സൗഖ്യം കൊടുക്കാൻ അവൻ മതിയായവനാണ്. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. അടുത്ത വാക്യം കാണിച്ചേ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അതാ എന്താണ് ക്വാളിറ്റി, എന്താ ക്വാളിഫിക്കേഷൻ? ശതാധിപനുള്ള ക്വാളിഫിക്കേഷൻ എന്താ? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അവൻ്റെ സ്നേഹം ഉണ്ടല്ലോ നമ്മോടാ. അവൻ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം, വെറുതെ വായിച്ചെണീറ്റ് പോകരുത്. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു എന്ന്. കാശുള്ള പുള്ളിയാ, അല്ലേ? അതുകൊണ്ടാണല്ലോ ഒരു പള്ളി തന്നെ പണിത് കൊടുത്തത്. കാശിലൊന്നുമല്ല കാര്യം കേട്ടോ, അതിന് മുകളിൽ പറഞ്ഞതാ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. സ്നേഹം, ഐക്യത, കൂട്ടായ്മയിൽ, സഭയിൽ, സഭയെ സ്നേഹിക്കണം, അല്ലേ? സഭയിലായിരിക്കണം സ്നേഹം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ മുമ്പേ തന്നെ ദൈവാത്മാവ് ഒരാളെ പറഞ്ഞയച്ച് നമ്മളോട് പറഞ്ഞു, കാലുകൾ പലയിടത്ത് വെക്കരുത്, 2 ഇടത്ത് വെക്കരുത്, ഒരിടത്ത് ഉറപ്പിച്ച് നിർത്താനായിട്ടിടയായിത്തീരണം. അതിൻ്റെ ഡെവലപ്മെൻറ്റും അതിൻ്റെ ആത്മീയ അഭിവൃദ്ധിയും അതിൻ്റെ വിശുദ്ധിയും അതിൻ്റെ മുന്നേറ്റവുമായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും എല്ലാം താല്പര്യം. അതിനുവേണ്ടി കൈകൾ കോർത്ത് അധ്വാനിക്കാനായിട്ട് കഴിയണം. ഈ ശതാധിപനെ കുറിച്ച് അവർക്ക് പറയാൻ സാധിക്കുന്നത് 2 കാര്യങ്ങളാണ്. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, അവൻ നമുക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നു, സ്നേഹമുള്ളവനാണ്. മറ്റൊരാളെ കുറിച്ച് വായിച്ച് ഞാൻ എൻ്റെ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 3 യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം 5-6 വാക്യങ്ങൾ. ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ആ ലേഖനം മുഴുവൻ, ആ അധ്യായം ഒരൊറ്റ അധ്യായമേ ഉള്ളൂ, ചില വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ആരെ കുറിച്ചാണ്? ഗായോസ്, അല്ലെ? ഗായോസിനെ കുറിച്ചാണ് പറയുന്നത്. ഗായോസിനെ കുറിച്ച് പറയുന്നത്, പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ്സ്, അല്ലെ? വിശ്വസ്തത. ഗായോസ് വിശ്വസ്തനായിരുന്നു. എന്തിലാ ഗായോസ് വിശ്വസ്തനായിരുന്നത്? അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യാമവണ്ണം യാത്ര അയച്ചത് നന്നായിരിക്കും. ആ പുസ്തകം മുഴുവൻ നിങ്ങളൊന്ന് വായിക്കണം. 15-16 കുറച്ച് വാക്യങ്ങളെ ഉള്ളല്ലോ, അല്ലേ? ഗായോസിനെ കുറിച്ച് പറയാൻ ഇടയാകുന്നത്, അവൻ ജനത്തെ എല്ലാവരെയും അവൻ സ്നേഹിച്ചു, അവരെ ശുശ്രൂഷിച്ചു, സഭയെ സ്നേഹിച്ചു. ആ സഭയുടെ മൂപ്പനാണ് അത് എഴുതിയത്. യോഹന്നാൻ മൂപ്പൻ എന്നവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. എൽഡർ, ശുശ്രൂഷകൻ. ആ സഭയുടെ ശുശ്രൂഷകനാണ് എഴുതുന്നത്. ഗായോസിനെ കുറിച്ച് പറയാനായിട്ടിടയാകുന്നത് ആ ഒരു കാര്യമാണ്. എന്താണ്? അവൻ സ്നേഹിക്കുന്നു. ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ്സ് ലവിങ് എവ്രി വൺ, ലവിങ് ടു ദ ചർച്ച്, അല്ലെ? സഭയെ, പ്രാദേശിക സഭയെ സ്നേഹിക്കാനായിട്ട് കഴിയണം. പ്രാദേശിക സഭയിലായിരിക്കണം നമ്മുടെ കൂറും നമ്മുടെ ഇൻറ്റിമസിയും നമ്മുടെ ഐക്യതയും എല്ലാം ഒരുമിച്ചായിരിക്കണം. അപ്പോഴേ സഭ വളരും, അപ്പോഴേ സാക്ഷ്യം പുറത്തു പോകൂ,
അപ്പോഴേ ആളുകൾ ഓടി വരുവാനായിട്ടിടയാകും. ജാതികൾ ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് വരികയുള്ളൂ. അപ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത്. അപ്പോഴാണ് ആരാധന യഥാസ്ഥാനത്താകുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. 7 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വിശ്വസ്തത എന്നാൽ ഫെയ്ത്ത്ഫുൾനെസ് ഡിമാൻഡ്സ് കൺവിക്ഷൻ അബൌട്ട് അവർ കോളിംഗ്. 2 ഇൻറ്റിമസി വിത്ത് അവർ മാസ്റ്റർ, അൺകോംപ്രമൈസ്ഡ് പ്യൂരിറ്റി, willingness to suffer, witness of our family, conscious about the time. അല്ലേ? സഭയോടുള്ള, വ്യക്തികളോടുള്ള ആഴമായ സ്നേഹം. വിശ്വസ്തത എന്നാൽ വിളിയെക്കുറിച്ചുള്ള ഉറപ്പാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ വിളിക്കപ്പെട്ടത്? അവനോടുകൂടെ വസിക്കുന്നതാണ് വിശ്വസ്തത. സന്ധി ചെയ്യാത്ത വിശുദ്ധ ജീവിതം നയിക്കുന്നതാണ് വിശ്വസ്തത. കഷ്ടതയേൽക്കാനുള്ള മനസ്സിനെയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിനെയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. സമയത്തെക്കുറിച്ചുള്ള ബോധ്യത്തിനെയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. സഭയോടും മറ്റെല്ലാവരോടും സ്നേഹമുണ്ടായിരിക്കുന്നതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം വായിച്ച സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്. 12-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കും. കുറവ് വരരുത്. ലൈഫ് ഫെലോഷിപ്പിൽ വിശ്വസ്തർക്ക് കുറവുണ്ടാകരുത്. ശത്രു പോരാടും, തകർക്കാൻ ശ്രമിക്കും, തീയമ്പുകളെ അയക്കും. ആമേൻ. ഒരു സുവിശേഷകൻ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നത്, കർത്താവേ, എനിക്ക് എൻ്റെ വിളിയെക്കുറിച്ചുള്ളൊരു ബോധ്യം തരണമേ. ഇവിടം കൊണ്ട് നിൽക്കാനല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആണെങ്കിൽ മറ്റു പണിക്ക് പോകുന്നതാണ് നല്ലത്. ദൈവത്തോടു കൂടെ സമയം ചെലവഴിക്കാനാ, യാഗപീഠത്തോട് അടുത്ത് വസിക്കാനാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വിളക്ക് കെട്ടുപോകുന്നതിന് മുമ്പേ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ കിടക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മുടെ വിളിയെക്കുറിച്ചുള്ള ബോധ്യം പ്രാപിച്ച് സഭയോടുള്ള സ്നേഹവും വിശ്വസ്തതയും പാലിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമ്മെല്ലാവരെയും കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.